പ്രിയമുള്ളവരെ, മണലൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പ്രൊഫസർ ശ്രീ രവീന്ദ്രനാഥാണ്. രവീന്ദ്ര മാഷിനെ അറിയാത്തവരാരുമില്ല. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി ഏറെ സ്തുത്യർഹമായ സേവനമാണ് രവീന്ദ്ര മാഷ് നിർവഹിച്ചത്. കേരളത്തിലെ സ്കൂളുകളിൽ കൃത്യമായിട്ട് യൂണിഫോം കിട്ടുന്നതിനും പരീക്ഷകൾ കൃത്യമായിട്ട് നടത്തുന്നതിനും അന്ന് ഏർപ്പാടാക്കിയത് രവീന്ദ്ര മാഷിൻ്റെ കാലത്താണ്. അതുപോലെ തന്നെ വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൽ ഉൾപ്പെടുത്തി കേരളത്തിലെ സ്കൂളുകൾക്ക് ഏറ്റവും മികച്ച കെട്ടിടങ്ങളും ഉപകരണങ്ങളും നൽകുന്നതിനും രവീന്ദ്ര മാഷിൻ്റെ കാലത്താണ് നേതൃത്വപരമായ പ്രവർത്തനം നടത്തിയത്. കിഫ്ബിയിൽ നിന്ന് ലഭ്യമാക്കുന്ന തുക സ്കൂളുകൾക്ക് നൽകിക്കൊണ്ട് ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി മാറ്റുന്നതിന് രവീന്ദ്ര മാഷ് നേതൃത്വപരമായിട്ട് ഇടപെട്ടിരുന്നു. 50,000-ലേറെ ക്ലാസ് റൂമുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി എന്നതും മാഷിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രവർത്തനമാണ്. പിന്നീട് രണ്ടാം പിണറായി സർക്കാർ അത് തുടരുകയും ചെയ്തു. രവീന്ദ്ര മാഷ് കേരളത്തിൽ അറിയപ്പെടുന്ന പ്രഭാഷകനും അതുപോലെ തന്നെ ഏറ്റവും മികച്ച സാമൂഹ്യ പ്രവർത്തകനും ഒക്കെയാണ്. മാഷിൻ്റെ നേതൃത്വം നടത്തിയ ചില സംരംഭങ്ങൾ വലിയ തോതിൽ വിജയിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. തൃശ്ശൂരിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ കദളിവാഴ കൃഷി നടത്തിക്കൊണ്ട് അതൊരു വലിയ സംരംഭമായി മാറി കൃഷിക്കാർക്കൊട്ടേറെ ആശ്വാസം എത്തിച്ചിട്ടുള്ള ആളാണ് സി രവീന്ദ്രനാഥ് മാഷ്. മണലൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വന്നാൽ ആ നിയോജക മണ്ഡലത്തിൻ്റെ പുരോഗതിക്ക് വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. രവീന്ദ്ര മാസ്റ്റർ വിജയിച്ചു വന്നാൽ മണലൂർ മണ്ഡലത്തിന് അത് വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നൂതനങ്ങളായിട്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ നിയോജക മണ്ഡലത്തിന് വേണ്ടി കൊണ്ടുവരാൻ മാസ്റ്ററുടെ നേതൃത്വത്തിന് സാധിക്കും. എല്ലാ മേഖലയിലും വിദ്യാഭ്യാസ, കാർഷിക, വ്യാവസായിക മേഖലകളിലെല്ലാം വലിയ മാറ്റമുണ്ടാക്കാനുള്ള പദ്ധതികൾ രവീന്ദ്ര മാസ്റ്റർ നേതൃത്വത്തിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകും. മാസ്റ്ററെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് സവിനയം അഭ്യർത്ഥിക്കുന്നു.